അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ ലോകം വീണ്ടും ആശങ്കയിലായി. ഏതാണ്ട് 21 മണിക്കൂർ നീണ്ടുനിന്ന മാരത്തോൺ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാന്റെ സ്വരം തന്നെ പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. അമേരിക്കയുമായി ഇനിയൊരു ചർച്ച നടത്താൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഇറാൻ വ്യക്തമായി പറഞ്ഞു. ഈ ചർച്ചകളെക്കുറിച്ച് അമേരിക്ക ഒരിക്കലും ഗൗരവമായി എടുത്തിരുന്നില്ല. മറിച്ച് പോകാനായി ഒരു ഒഴികഴിവ് തേടുകയായിരുന്നുവെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു. ഇറാന്റെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ ഫാർസിന്റെ റിപ്പോർട്ട് പ്രകാരം മുഴുവൻ ചർച്ചകളെയും കുറിച്ച് ഇറാൻ ഇപ്പോൾ ഒരു പുതിയ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകാനാണ് താല്പര്യമെന്നാണ് ആ റിപ്പോർട്ടുകൾ പറയുന്നത്. ചർച്ചകൾ തടസ്സപ്പെടുത്തിയതിനും പിൻവാങ്ങിയതിനും ഇറാനെ കുറ്റപ്പെടുത്താൻ അമേരിക്ക മനഃപൂർവ്വം അംഗീകരിക്കാനാവാത്ത പല വ്യവസ്ഥകളും ഏർപ്പെടുത്തുകയാണെന്ന് ഇറാൻ ആരോപിക്കും. ടെഹ്റാനിൽ നിന്നുള്ള ഈ പ്രസ്താവന ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കാര്യമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ലോകത്തിലെ എണ്ണയുടെ 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും വീണ്ടും തുറക്കുക എന്നതാണ് ഈ ചർച്ചകളുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. എന്നാൽ 21 മണിക്കൂർ നീണ്ട ആലോചനകൾക്ക് ശേഷം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇപ്പോൾ അമേരിക്കയിലേക്ക് മടങ്ങിപ്പോയി. അദ്ദേഹം വെറും കൈയോടെയാണ് മടങ്ങുന്നത്. വാസ്തവത്തിൽ ഈ ചർച്ചയ്ക്ക് ശേഷം ലോകത്തിനു മുന്നിൽ തങ്ങളുടെ വിജയം കൊട്ടിഘോഷിക്കാം എന്നാണ് അമേരിക്ക കണക്ക് കൂട്ടിയിരുന്നത്. ഇതിനിടെ തങ്ങളുടെ സമ്മതമില്ലാതെ ഹോർമുസ് കടൽപാത തുറക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മുഴുവൻ സംഭാഷണത്തിലെയും പ്രധാന വിഷയം ഹോർമുസ് കടലിടുക്കായിരുന്നു. അത് നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. അമേരിക്ക അത് വീണ്ടും തുറക്കാൻ തീവ്രമായി ശ്രമിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ അനുമതിയോടെ മാത്രമേ ഈ പാത തുറക്കൂ എന്ന് ഇറാൻ വ്യക്തമായി പറയുകയും ചെയ്തു. പാകിസ്ഥാന്റെ തലസ്ഥാനത്ത് അമേരിക്കയും ഇറാനും തമ്മിൽ 21 മണിക്കൂർ നീണ്ട തീവ്രമായ ചർച്ചകൾ നടത്തിയിട്ടും ഒരു കരാറിലും എത്തിയില്ലെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പറയുകയും ചെയ്തു. ഞങ്ങൾ തുറന്ന മനസ്സോടെയാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഒരു കരാറുമില്ലാതെ അമേരിക്കയിലേക്ക് മടങ്ങുകയാണ് എന്ന് ഇസ്ലാമാബാദിൽ നടന്ന പത്രസമ്മേളനത്തിൽ JD വാൻസ് പറഞ്ഞു. നമ്മൾ ഇറാനികളുമായി നിരവധി വിഷയങ്ങളിൽ അർത്ഥവത്തായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് നല്ല വാർത്ത. മോശം വാർത്ത എന്തെന്നാൽ നമ്മൾ ഒരു കരാറിലും എത്തിയിട്ടില്ല എന്നതാണ്. അമേരിക്കയേക്കാൾ ഇറാന് അത് ഒരു മോശം വാർത്തയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തങ്ങൾ ചർച്ചയിൽ അവസാനത്തേതും മികച്ചതുമായ ഓഫർ അവതരിപ്പിച്ചുവെന്നും വാൻസ് പറയുന്നു. എന്നാൽ നിലവിൽ ഇറാൻ അമേരിക്കയുടെ നിബന്ധനകൾ അംഗീകരിക്കാൻ വിസമ്മതിച്ചു. എന്തൊക്കെ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുമെന്നും ഏതൊക്കെ കാര്യങ്ങളിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നും ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇറാനിയൻ പ്രതിനിധി സംഘം ഞങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു.